ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വാഹനമാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ GLE 43 AMG കൂപ്പെ. ഒരു മാരക വാഹനമാണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളും കണ്ടോളി. ഒരു 80 ലക്ഷം മുതൽ 1 കോടി രൂപേൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വണ്ടിനെ പറ്റി മടന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വാഹനം വാങ്ങിച്ചോളി. ഒരു മുതലാണിത്, ഒരു റയർ പീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു പവർ ഗ്രൂപ്പാണ് AMG. അതായത് AMG എഡിഷനിൽ വരുന്ന വണ്ടികളൊക്കെ മെഴ്സിഡസ് ബെൻസിൻ്റെ നോർമൽ വാഹനത്തിൻ്റെ ഇനത്തിലേ പെടുത്താൻ പറ്റില്ല. ഒരു സ്പോർട്സ് കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റിയ ഒരു പവർ വെഹിക്കിളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയും പാടുണ്ട്. സെഡാനാണോ ചോദിച്ചാൽ സെഡാനാണ്. ഇന്ന് SUV ആണോ ചോദിച്ചാലോ SUV ആണ്. ചില ഭാഗത്ത് നോക്കുമ്പോൾ ക്രോസ് ഓവർ SUV ആണ്. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ റീൽ ഞാൻ പറഞ്ഞു റോട്ടിലെ റോക്കറ്റാണ്. ശരിക്കും ഇവൻ റോട്ടിലെ റോക്കറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ വെറുതെ ഈ വണ്ടിനെ പറ്റി എത്ര തള്ളൂല. വണ്ടി മുതലുണ്ട്, തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടോളി. ഇതേ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ പിന്നെ ലക്ഷറി ആയിട്ട് കംഫേർട്ടായിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർക്കും, എന്നാൽ അതല്ല ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ ഭയങ്കര പവറിൽ ഉപയോഗിക്കേണ്ട ആൾക്കാർക്കും, ഒരു സെഡാൻ വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും, അതേപോലെ ഒരു SUV വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. 2019 മോഡൽ മാനുഫാക്ചർ വന്ന 15,000 കിലോമീറ്ററിൻ്റെ അടുത്തേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. അതേപോലെ ഈ ഒരു വണ്ടിൻ്റെ നമ്പറിനും പ്രത്യേകത ഉണ്ട്, സിംഗിൾ നമ്പർ 1. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് രാജാക്കന്മാർ ഉപയോഗിക്കണ പോലെ തന്നെ ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. വണ്ടി രാജാവാണ്, നമ്പറും രാജാവാണ്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാരും രാജാവല്ലായിരിക്കില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാനും കഴിയുള്ളൂ. ഈ വണ്ടിൻ്റെ ലുക്ക് ഉണ്ടല്ലോ മക്കളെ, അത് കാണേണ്ട തന്നെ കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് അറിയില്ല. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അപോലെ റോഡ് പ്രസൻസ് ആണ്. റോഡിൽ പോണ കാണണം സംഭവം. നമുക്കിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില സൈഡ് നോക്കുമ്പോൾ സെഡാന്, ചില സൈഡ് നോക്കുമ്പോൾ SUV ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഇത് നേരിട്ട് കാണണം. ഒരു ഭീകരനാണ്, ഭീകരം. അത്രത്തോളം വീതി, നീളം, ഉയരൊക്കെ അല്ല, നല്ല ഒരു ഭീകര ലുക്കിലുള്ള വണ്ടി തന്നെയാണ് GLE 43 AMG. ഇത് പിന്നെ എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മളൊരു BMW X5 ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളൊരു Audiയിൽ Q5, Q7, അതേപോലെ ഇനി ഒരു BMW 5 സീരീസ് തന്നെ ഇപ്പോൾ പുതിയത് വാങ്ങണമെന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപയൊക്കെ മേലെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഈ വണ്ടിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് ഈ വണ്ടി ഒന്ന് വിസിറ്റ് ചെയ്ത് വണ്ടി ഒന്ന് കണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടില്ല. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രത്യേകിച്ചും, പിന്നെ വണ്ടിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ വണ്ടി ഓടില്ല. അങ്ങനത്തെ ഒരു മുതലാണിത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന മോഡ് എന്ന് പറഞ്ഞാൽ കംഫർട്ട് മോഡിലാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. ഇതാണ് ഞങ്ങൾ കംഫർട്ട് മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, സ്പോർട്ട് പ്ലസ് ഉണ്ട്. ഇതിലൊക്കെ വണ്ടിൻ്റെ സ്വഭാവം പല സ്വഭാവമാണ്. ഇപ്പോൾ കംഫർട്ടിൽ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത്. അതായത് അത്യാവശ്യം മൈലേജും കിട്ടും. ഫ്രഷായ റോട്ടിലൂടെയൊക്കെ സിമ്പിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു മോഡാണ് കംഫർട്ട് മോഡ്. അധികം സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ക്ലീൻ ആൻഡ് നീറ്റിൽ നമുക്ക് ഓടിച്ചു പോകാം. ഇത് നേരെ സ്പോർട്ടിക്ക് മാറ്റുമ്പോൾ വണ്ടീൻ്റെ സ്വഭാവം മാറും. സ്പോർട്ട് പ്ലസ്ക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് തന്നെ മാറും. അതായത് നമ്മൾ ആ ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന എക്സോസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ ഉണ്ട് വണ്ടിയിൽ. അതൊരു മുതലാണ്. ആ സൗണ്ടിലൊക്കെ ഇട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകണമെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് അതിന് മാത്രം കാണിക്കാൻ വലിയൊരു ഏരിയ ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിക്കാം. ഇതുണ്ടോ, ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഇതുണ്ടോ സ്പോർട്ട് പ്ലസ് അയവ സൗണ്ട് മാറുന്നുണ്ടോ, അത് നമുക്ക് ഇവിടെയും കാണാം കേട്ടോ. ഇനിയാണ് രസം. ഓ കുതിച്ച് ചാടുക, അതാണ് ഞാൻ റോട്ടിലെ റോക്കറ്റ് എന്ന് പറഞ്ഞത്. ആക്സിഡന്റ് ഇങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ, ഓ പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് AMG ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പൊട്ടിച്ചു പോയാലും വണ്ടി റോട്ടിൽ നിന്ന് പതറൂല. അതിനുള്ള സസ്പെൻഷൻസിലുള്ള കപ്പാസിറ്റി ആണെങ്കിലും ബ്രേക്കിലുള്ള കപ്പാസിറ്റി ആണെങ്കിലും അതൊക്കെ കമ്പനി അതിൻ്റെതായ രീതിയിൽ കൊടുത്തിരുന്നു. അതൊക്കെ വരുമ്പോൾ അത്രത്തോളം സെറ്റപ്പ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ സസ്പെൻഷൻസും അതിനനുസരിച്ചുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, പുറത്തുനിന്നാണ് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാവുക. ഭയങ്കര ഒരു എക്സോസ്റ്റ് കാരണം ഭയങ്കര സ്പോർട്സ് കാർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, റോക്കറ്റ് ലുക്കിൽ തന്നെയാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും ബാക്കിൽ നോക്കുകയാണെങ്കിലും. ഇപ്പം ആ ബാക്കിൽ നിന്നൊക്കെ അങ്ങനെ ഈ വണ്ടീൻ്റെ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ഭീകര സാധനം പോണ മാതിരിക്കാണ് റോഡിൽ പോകണത്. അതായത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഞാൻ അതുകൊണ്ടാണ് ഇത്രത്തോളം പറയുന്നത്. കാരണം ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഞാൻ നല്ല കംഫർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു മോഡല് വണ്ടിയാണ്
മെഴ്സിഡീസ് ബെൻസിൻ്റെ GLE 43 AMG കൂപ്പെ. അപ്പോൾ നമ്മളെ GLE കൂപ്പെ ഒരു മാരക ഭീകര വണ്ടി എന്ന് പറയുമ്പോൾ ആ ഭീകര ലുക്ക് നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അതായത് ഇത് ഞാൻ പറഞ്ഞൊരു സെഡാൻ ലുക്കിലും ഒരു SUV ലുക്കിലും ഒരു ക്രോസ് ഓവർ SUV ലുക്കിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു ഭീകര SUV തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനൊരു പ്രധാന കാരണം പാടങ്ങൾ കാണിക്കാം. ഇതിൻ്റെ ടയർ സൈസ് എത്ര വന്നിക്കണമെന്നോ ഞാൻ കാണിക്കാം. 275 ബാർ 45 6 21 സൈസിൽ അത്യാവശ്യം ഭയങ്കര വീതിയിലുള്ള ഒരു വീലാണ് വന്നിട്ടുള്ളത്. 21 സൈസ് വീല് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതിൻ്റെ ഒരു കപ്പാസിറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏകദേശം 202 മില്ലിമീറ്ററോളം ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അപ്പോൾ എത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോട്ടിലൂടെ നിങ്ങൾക്ക് കിടിലം ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു മുതൽ തന്നെയാണ് GLE 43 AMG കൂപ്പെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് തോന്നുന്നതെന്നും ബാക്ക് വശം കൊണ്ട് നോക്കുമ്പോൾ ഏത് രീതിയിലാണ് തോന്നുന്നതെന്നും സൈഡ് വശം കൊണ്ട് നോക്കുമ്പോഴാണ് ഇതൊരു പക്ക കൂപ്പെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഫീൽ ആവുക. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു E ക്ലാസ് അല്ലെങ്കിൽ ഒരു C ക്ലാസിൻ്റെ ഒക്കെ സെഡാൻ ലുക്കിൽ ഫീൽ ആവുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഭീകര വണ്ടി പറഞ്ഞാൽ ഭീകര വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നോർമലായിട്ടുള്ള ലുക്കിൽ നിങ്ങൾ എടുത്ത് കാണിക്കാമല്ലോ എന്താ വെച്ചാൽ ഈ ഓറഞ്ച് എഡിഷൻ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഒരു ഓറഞ്ച് ലൈന് ഈ ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ എടുത്ത് കാണിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊണ്ട് നമ്മൾ നിങ്ങളെ കാണിക്കുമ്പോഴേ ഒന്ന് കാണിക്കാനുള്ളത് ഈ വീലാണ്. നിങ്ങൾ ഈ ഓറഞ്ച് ലൈനോട് കൂടി AMGൻ്റെ ബാഡ്ജോട് കൂടി വരുന്ന ഒരു കിഡിലൻ അലവിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റും. അതേപോലെ ടർബോ BI ടർബോ ഫോർമാറ്റിക് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഫോർമാറ്റിക് എന്ന് പറയുമ്പോൾ ആൾ വീൽ ടൈം 4 വീൽ ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ നമ്മൾ ഈ ക്ലാസ്സിലും C ക്ലാസ്സിലൊക്കെ പുതിയ ഷേപ്പിൽ കാണുന്ന അതേ സെയിം മിറർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ മാക്സിമം വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് കാണിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ പുറകുവശം. ഈ ഭാഗം കൊണ്ട് നോക്കുമ്പോൾ വേറൊരു ലുക്കാണ് വണ്ടി. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കാൻ നിങ്ങൾ ഏകദേശം ഈ ഒരു ബൂട്ട് സ്പേസിൻ്റെ ഈ ഒരു ഭാഗം ഈ കൂപ്പ ഇങ്ങനെ താന്ന് വന്നിട്ട് പോലും ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഏകദേശം ലെവലിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു കിഡിലും സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെ സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ AMG ഈ ബാഡ്ജിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം. ഈ ബാഡ്ജ് കാണുമ്പോൾ തന്നെ ഒരു മെഴ്സിഡീസിൻ്റെ വാഹനങ്ങളിൽ ഈ AMG ബാഡ്ജിങ് വന്നാൽ തന്നെ ഒരു വികാരമാണ്. അതേപോലെ GLE 43 എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കാട്ടോ. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നിങ്ങൾ കാണിക്കാട്ടോ. ഇതാണ് നിങ്ങൾ ഏകദേശം 693 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരുപാട് ലഗേജ് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറെ ഭാഗങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ടായിരുന്നു. അതേ ഫീൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ പഴക്കമുള്ളൂ. ഒരു പുതുപുത്തൻ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങളെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊന്ന് നോക്കുകയാണെ ആ കൂപ്പേൻ്റെ ലുക്ക് എടുത്ത് കാണിക്കുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നിങ്ങൾ താന്നിങ്ങനെ വന്നിങ്ങനെ ഇറങ്ങി ഒഴുകി നിൽക്കുകയാണ് വണ്ടി. പക്ഷേ ഒരു കൂപ്പയാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വണ്ടി നേരിട്ട് കാണണം. ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണ് നിങ്ങൾ ഒരു വലിയൊരു SUV. ഇപ്പോൾ നമ്മൾ GLE ഇതിൻ്റെ SUV ടൈപ്പിൽ വരുന്ന GLE ആണെങ്കിലും നമ്മൾ GLS ആണെങ്കിലും GL 350 ഒക്കെ ആണെങ്കിലും ആ ലെവലിക്ക് അത്രയും വീതിയും വലിപ്പമുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 85 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അന്വേഷിച്ചിട്ട് ഇത്തരം ഒരു പ്രൈസ് ലെവലിൽ നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിക്കോളി. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വാഹനമാണ്. ഒരു സ്പെഷ്യൽ വാഹനമാണ്, ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. പിന്നെ AMG ആണ്. ഒരു സ്പോർട്ട് മോഡൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ ഒരു കംഫർട്ട് മോഡൽ ഉപയോഗിക്കാം. ഏത് രീതിയിൽ SUVൻ്റെ സെഡാൻ്റെ ഒക്കെ ലുക്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ വാഹനം തന്നെയാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLE 43 AMG എഡിഷനിൽ വരുന്ന ഓറഞ്ച് എഡിഷനിൽ വരുന്ന ഈ ഒരു വാഹനം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ സഫാരി കാർസിൻ്റെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം.
അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ മുന്നോട്ടുള്ള പോക്കിൽ ഒരുപാട് മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ ഇതുവരെ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്